എല്ലാം ദേവിയുടെ ഇച്ഛ പോലെയാണല്ലോ സംഭവിക്കുന്നത്, വിശേഷിച്ചും ഈ കഥയിൽ. അതുകൊണ്ട് ദേവി സമ്മാനിക്കുന്ന ശിവരാമന്റെ സമാധാനക്കേടിനൊപ്പം നമുക്കും സഞ്ചരിക്കാം. തുടർന്ന് കാണുക. ഹലോ, എന്താ നീ ഇങ്ങനെ? എനിക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? പേടികൊണ്ടാ, സൂക്ഷിക്കണം. എനിക്കൊന്നും സംഭവിക്കില്ല. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നീ വെറുതെ മോളെ കൂടി പേടിപ്പിക്കണ്ട. അപ്പോ ഇനി ഞാൻ കിടന്നോട്ടെ? പോയി കിടന്ന് ഉറങ്ങ്. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊരു കുഴപ്പം പറ്റിയില്ലെന്ന്. എന്തോ എന്റെ മനസ്സിനൊരു വല്ലായിക. ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. വരില്ലമ്മേ, അമ്മ നോക്കിക്കോ, ഒന്നും സംഭവിക്കില്ല. അമ്മ വാ. നാളെ രാവിലെ വക്കീൽ ഓഫീസ് വരെ ഒന്ന് പോണം. ഒരു പരാതി തയ്യാറാക്കി കമ്മീഷണർക്ക് കൊടുത്തിടാന്നാ വക്കീല് പറയുന്നേ. പോലീസിനെ ഇടപെടുത്തണോ? ഇത് വെറും തടയാ തമ്പുരാട്ടി. അവര് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നമ്മൾ പേടിച്ചിട്ടില്ലാന്ന് അവരറിയണമല്ലോ. തന്നെയല്ല, പോലീസ് കംപ്ലൈന്റ് ആയാല് കമ്മിറ്റിക്കാരാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവരൊക്കെ ഒന്ന് ഞെട്ടും. മാത്രമല്ല, സ്വത്ത് തർക്ക കേസില് ഇങ്ങനെ ഒരു പരാതി നമുക്ക് ഗുണം ചെയ്യുന്ന വക്കീല് പറയുന്നത്. നമുക്കും അതേ ഉള്ളൂ ഉദ്ദേശം. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ പോയി കിടന്നോട്ടെ? ഞാനും കിടക്കുക. നല്ല ക്ഷീണമുണ്ട്. തമ്പുരാട്ടി, 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 തമ്പുരാട്ടി ഇതെവിടെ പോയി? തമ്പുരാട്ടി, തമ്പുരാട്ടി, എറടി, എറടി. എന്താ ശിവകാമി? എറടി, തമ്പുരാട്ടിയെ കാണാനില്ല. കാണാനില്ലെന്നോ? വല്ല അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. ഹേയ്, അങ്ങനെയൊന്നും പോവില്ല. അതും എന്നോട് പറയാതെ. ഇതില് എന്തോ അപകടം പറ്റിയിട്ടുള്ളതാ. എന്ത് അപകടം പറ്റാൻ? ധൈര്യമായിട്ടിരിക്ക്, തമ്പുരാട്ടി ഇങ്ങ് വരും. അല്ല എറാടി, എന്തോ കുഴപ്പമുണ്ട്. ഇനി ആ കമ്മിറ്റിക്കാരെങ്ങാനും വന്ന്... അവരങ്ങനെ ചെയ്യുവോ? ഒരു കാര്യം ചെയ്യ, ശിവ ഇവിടെ തന്നെ ഇരിക്കെ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. വേഗം വരണേ. തമ്പുരാനെ, തമ്പുരാട്ടി എവിടെ? തമ്പുരാട്ടിയോ? മനസ്സിലായില്ല. ഭാരതി തമ്പുരാട്ടിയുടെ കാര്യമാ ചോദിച്ചത്. അവരെ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. സത്യം പറ, അവരെവിടെയാ? അത് ശരി, അപ്പൊ പോയി. പോണോന്നേ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു ചിലരോട്. ചിലപ്പോ അവര് ചെയ്തതായിരിക്കുവേ. നന്നായി. അല്ലെങ്കിലും തമ്പുരാനായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോ അങ്ങനെ ഒരു തമ്പുരാട്ടിയുടെ ആവശ്യം എന്തായി നാട്ടിലുള്ളത്? തമ്പുരാനെ, ഒരു പാവ സ്ത്രീയാ അവര്. എന്റെ സഹോദരിയെ കുറിച്ച് എനിക്ക് തന്നെ പറഞ്ഞിരുന്നു. പാവത്തം ഇത്തിരി കൂടിപ്പോയി. അതാ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. പഴയതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല എനിക്ക്. എടോ ഏറാടി, ഇപ്പൊ എന്തായടോ? ആ തമ്പുരാട്ടിയെ പറഞ്ഞുവിടാൻ ഞാൻ പറഞ്ഞപ്പോ വിടില്ലെന്നായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ വാശി. താനും വാശി പിടിച്ചു, ആ പെണ്ണും വാശി പിടിച്ചു. എന്നിട്ടിപ്പോ എന്തായടോ? എടോ ഏറാടി,
തമ്പുരാക്കന്മാരെ വീൺവാക്ക് പറയില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ എനിക്ക്? ഇതിന് തമ്പുരാൻ സമാധാനം പറയേണ്ടി വരും. വെറുതെ വിടാൻ പോകുന്നില്ല ഞങ്ങള്. പേടിപ്പിക്ക അത് എന്നെ? പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വരട്ടെ. തമ്പുരാട്ടിയെ കാണാതായതിന്റെ പിന്നിൽ ഞാനാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എടോ ഉണ്ടോന്ന്? എടോ, നിയമത്തിന് തെളിവ് ആവശ്യം. തെളിവ് കിട്ടിയില്ലെങ്കിലേ കേസ് വേണ്ട വട്ടപൂജ്യം തോറ്റുപോകും. നിയമത്തിന്റെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ട് തമ്പുരാൻ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ദേവിയുടെ മുമ്പിലോ? ഭാരതി തമ്പുരാട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരിക്കലും ആ ചിലമ്പ് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. തമ്പുരാട്ടിക്കൊപ്പം അതും മറയും. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും. നഷ്ടപ്പെട്ട ചിലമ്പിനേക്കാൾ വലുതാ കോവിലകത്തിന്റെ അഭിമാനം. ഒരിക്കൽ പുറന്തള്ളിയ സന്തതി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ കേറ്റി പാർപ്പിക്കാൻ ഞാൻ എന്താ ക്ഷത്രിയനല്ലെന്ന് വിചാരിച്ചോ? ചിലമ്പ് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് ഏത് അന്വേഷണ ഏജൻസി ഉപയോഗിച്ചാണെങ്കിലും അത് ചെയ്തിരിക്കും. എന്നിട്ട് ഈ പറയുന്നത് പോലൊന്നും അല്ലല്ലോ. ഒരു ഏജൻസി ഇല്ലായിരുന്നല്ലോ അന്വേഷിക്കാൻ. ഈ പാവം ഏറാടിയും ശിവകാമിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാർഗമല്ല, ലക്ഷ്യമാണ് പ്രാധാന്യം. അന്നത് കണ്ടുപിടിക്കാൻ നീ ഉണ്ടായിരുന്നു. അത് നിന്റെ ആവശ്യമായിരുന്നു. നിനക്ക് വയ്യെങ്കിൽ വേറെ ആരെങ്കിലും. വയ്യെന്ന് ഞാൻ പറഞ്ഞില്ല. നഷ്ടപ്പെട്ട തിരുവാഭരണം തിരിച്ചെത്തിക്കേണ്ടത് എന്റെ കൂടി കടമയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി അതെനിക്കൊരു പ്രശ്നമേ അല്ല. നിനക്ക് പോകാം. ഇപ്പൊ ഞാൻ പോവാം. പക്ഷെ ഒന്നും തീർന്നു എന്ന് വിചാരിക്കണ്ട. തമ്പുരാൻ കണ്ടോ, രണ്ടും കൊണ്ട് ഞാൻ തിരിച്ചു വരും. തമ്പുരാട്ടിയും ചിലമ്പും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. വാശി നിന്നെ പോലുള്ളവർക്ക് നല്ലതാ. മിടുക്കനാണെങ്കിൽ പോയി കണ്ടുപിടിക്ക്. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ പട്ടും വളയും തന്ന് ആദരിക്കും. എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നോ തമ്പുരാൻ? ഞാൻ വരും, രണ്ടും കൊണ്ട്. ശുഭമസ്തു. അപ്പോ അവര് തന്നെയാണ് അതിന്റെ പിന്നില് എന്ന് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. തമ്പുരാന് നേരിട്ട് പങ്കില്ല. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരുത്തനെ വെറുതെ വിടില്ല ഞാൻ. ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. സ്റ്റേഷനിൽ കൊടുക്കാൻ ഒരു കംപ്ലൈന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണ്ട. കൊടുക്കാതെ പിന്നെ? കൊടുത്താ ചിലപ്പോ കുടുങ്ങുന്നത് നമ്മളായിരിക്കും. ഒന്നാമത്തെ ചോദ്യം തമ്പുരാട്ടിയും ശിവകാമിയും തമ്മിലുള്ള ബന്ധമായിരിക്കും. ഞാനൊരു സോഷ്യൽ വർക്കറാ. എന്റെ കൂടെ പലരും വന്ന് താമസിക്കും. അതിന് ബന്ധമൊന്നും വേണമെന്നില്ല. പക്ഷേ ഇവിടെ കാണാതെ പോയിരിക്കുന്നത് ഒരു സ്ത്രീയെയാ. സോഷ്യൽ വർക്കറായ ശിവകാമിക്കൊപ്പം പലരും വന്ന് താമസിക്കുമായിരിക്കും. പക്ഷേ അതിൽപ്പെട്ട ഒരാളെ കാണാതാവുമ്പോ അതും ഒരു സ്ത്രീയെ. പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഏറാടി എന്തേ പറയുന്നത്? ഭാരതി തമ്പുരാട്ടി കോവിലകത്തിനെതിരെ കേസ് ഫയൽ ചെയ്തതിന്റെ കോപ്പി എന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. കേസ് കൊടുത്തതിൽ ക്ഷുഭിതനായ തമ്പുരാൻ നാട്ടുകാരെ ഉപയോഗിച്ച് തമ്പുരാട്ടി എവിടുന്ന് മാറ്റി. അതാണല്ലോ സത്യം. അത് നമുക്കറിയാവുന്ന സത്യം. പക്ഷേ അത് തെളിയിക്കാൻ നമ്മുടെ തെളിവ് വേണ്ടേ? താനോ തന്റെ കൂട്ടാളികളോ ഭാരതി തമ്പുരാട്ടിക്കെതിരെ ഒന്നും ചെയ്തില്ല എന്ന് തമ്പുരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്യും. പോരാത്തതിന് ചിലമ്പാണെങ്കിൽ കാണാതെ പോയിരിക്കുന്നു. ചിലമ്പെടുത്തതിന്റെ പിന്നിൽ നമ്മളാണെന്ന് തമ്പുരാന് സംശയമുണ്ടെന്നും പറയാം. അങ്ങനെ സംശയിച്ചതിന്റെ പേരിൽ നമ്മൾ മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി മെനഞ്ഞതാണ് ഭാരതി തമ്പുരാട്ടിയുടെ കാണാതാകില്ലെന്ന് തമ്പുരാൻ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങേയുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഏറാടി പറയുന്നത്? തമ്പുരാട്ടിയെ മറക്കണമെന്നോ? അതോ അവരെ കാണാണ്ടായ കേസ് അന്വേഷിക്കണ്ടെന്നോ? എന്നല്ല, തമ്പുരാട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷേ അതിന് പോലീസിനെ ഉപയോഗിക്കരുതെന്നേ തൽക്കാലം ഞാൻ പറഞ്ഞുള്ളൂ. വേറെ പല വഴികളും കിടപ്പുണ്ടല്ലോ. എന്ത് വഴി? പലതും. തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണെന്നാ ആ കമ്മിറ്റിക്കാരും വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെയാവാനേ വഴിയുള്ളൂ. ആണല്ലോ.
കമ്മിറ്റിക്കാരുടെ ലക്ഷ്യം എന്തായിരിക്കും? തമ്പുരാട്ടിയെ ഒന്ന് പേടിപ്പിക്കുക, കേസ് എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കുക. അല്ലാതെ അവര് തമ്പുരാട്ടിയെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല ഏറാടി. കാശിന് വേണ്ടിയുള്ള കളിയാ. പലതും സംഭവിച്ചു എന്നിരിക്കും. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു മുമ്പ് തമ്പുരാട്ടിയെ നമ്മൾ രക്ഷിച്ചിരിക്കും. എങ്ങനെ രക്ഷിക്കുന്ന പറയുന്നത്? തമ്പുരാന്റെ അടുത്ത് പോയ അനുഭവം അറിയാവുന്ന ആളല്ലേ? തമ്പുരാന്റെ അടുത്ത് പോയി, പക്ഷേ അവരുടെ അടുത്ത് പോയില്ലല്ലോ. ആരുടെ അടുത്ത്? കമ്മിറ്റിക്കാരുടെ അടുത്ത്. ഞാൻ പോയി അവരെ ഒന്ന് കാണാം, കണ്ട് സംസാരിക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്തു വേണമെന്ന്. സമയം പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും ഇത്രയും നേരം കഴിഞ്ഞു. ഇനി 1-2 മണിക്കൂറൂടെ ക്ഷമിക്ക്. ഞാൻ അവരെ കണ്ട് സംസാരിക്കാം. ശരി, അങ്ങനെ നടക്കട്ടെ. സമവായത്തിന്റെ വഴി നമ്മൾ സ്വീകരിച്ചില്ല എന്ന് വേണ്ട. തമ്പുരാട്ടിക്ക് ഒരാപത്തും പറ്റരുത്. അതിനെന്ത് ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറാ. അപ്പോ തമ്പുരാട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് തനിക്കറിയാം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ. അതല്ലേ അതിന്റെ ഒരു രീതി. ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ലെങ്കിലോ? അങ്ങനെ വാശി പിടിക്കരുത്. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, ഇനിയും പരസ്പരം കാണേണ്ടവര്. അവര് തമ്പുരാനും തമ്പുരാട്ടിയും നാളെ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒന്നാവും. അവർക്ക് വേണ്ടി നമ്മൾ തമ്മിൽ എന്തിനാ വഴക്കൂടുന്നത്? ആര് വഴക്കൂടി? ഞങ്ങൾക്കാരോട് ഒരു വഴക്കുമില്ല. പിന്നെ തമ്പുരാട്ടിയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞത് അത് തമ്പുരാന് വേണ്ടിയാ. തമ്പുരാൻ ഞങ്ങളോടൊരു സഹായം ആവശ്യപ്പെട്ട ഞങ്ങൾ എന്തും ചെയ്യും. അത് ഞങ്ങളുടെ കടമയാ. അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായമില്ല. ഞാൻ വന്നത് തമ്പുരാട്ടിയെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാ. നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ച് പേടികൊണ്ട് തമ്പുരാട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച നിയമത്തിന്റെ മുന്നില് നിങ്ങളായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. ഉത്തരം പറയേണ്ടി വരുമ്പോഴല്ലേ അത് ഞങ്ങൾ പറഞ്ഞോളാം. താനിപ്പോ ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? വ്യവസ്ഥകള് നിങ്ങൾക്ക് പറയാം. എങ്കിൽ തമ്പുരാട്ടി ആ കേസ് പിൻവലിക്കണം. അത് കുറച്ച് ക്രൂരതയല്ലേ? ഒരു ക്രൂരതയില്ല. അതീ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഈ പറയുന്ന ന്യായമല്ല. മാത്രമല്ല, കേസ് പിൻവലിച്ചാൽ തന്നെ നാളെ അത് വീണ്ടും ഫയൽ ചെയ്യാമല്ലോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. താല്പര്യമില്ലെങ്കിൽ വിട്ടുപോയിക്കോ. ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാനൊന്നുമില്ല. കേസ് പിൻവലിക്കണം. ശരി, പിൻവലിക്കാം. വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. പിൻവലിച്ചെന്നുള്ളതിന്റെ കോടതി രേഖ ഹാജരാക്കണം. ഹാജരാക്കാം. ഞങ്ങൾ തരുന്ന മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരേണ്ടിയും വരും. അതെന്തിനാ? നാളെ വീണ്ടും കേസ് കൊടുക്കാതിരിക്കാൻ. അങ്ങനെ വല്ലതും ചെയ്താ ഓഹരി മുഴുവൻ കൈപ്പറ്റിയെന്നും പറഞ്ഞ് ഒപ്പിന്റെ മുകളിൽ എഴുതി തമ്പുരാൻ കോടതിയിൽ ഹാജരാക്കും. അത് കഷ്ടമാണ്. എങ്കിലും തരാം. സ്വത്തിനേക്കാളൊക്കെ വലുതാ തമ്പുരാട്ടിയുടെ ജീവൻ. തീർന്നില്ല, ഇനിയുണ്ടൊരു ഡിമാൻഡ്. പറഞ്ഞോ. നഷ്ടപ്പെട്ട ചിലമ്പ് തിരിച്ചു കിട്ടണം. അത് 3 ദിവസത്തിനുള്ളിൽ. അതെങ്ങനെ സാധിക്കും? ആ ചിലമ്പിപ്പോ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. നിങ്ങൾ വിചാരിച്ച അത് നടക്കും. 1-2 ദിവസമല്ല, 3 ദിവസം. തനിക്കും ആ പെണ്ണിനും അത് തന്നെ ധാരാളമാ. സമ്മതം. 3 ദിവസത്തിനുള്ളിൽ ചിലമ്പ് ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കും. എങ്കിൽ തമ്പുരാട്ടയും കിട്ടിയിരിക്കും. കണ്ടീഷൻസ് മറക്കണ്ട. കേസ് പിൻവലിക്കണം. ഒഴിഞ്ഞ മുദ്രപത്രത്തില് ഒപ്പിട്ട് തരണം. 3 ദിവസത്തിനുള്ളിൽ ചിലമ്പ് വീണ്ടെടുത്തും തരണം. മനസ്സിലായി. അത് നടന്നിരിക്കും. ആ, കണ്ടല്ലോ, ഇതാണ് പൊതുജനത്തിന്റെ സ്വഭാവം. ന്യായാന്യായങ്ങൾ ഒന്നും അറിയണ്ട. സ്വന്തം ഇഷ്ടങ്ങൾ നടക്കണം. ഇഷ്ടങ്ങളെന്ന് വെച്ചാൽ സ്വന്തം താല്പര്യങ്ങൾ. അതിന് ദേശമായോ സമൂഹമായോ ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. സ്വന്തം മനസ്സിലുള്ളത് ദേശക്കാർക്ക് വേണ്ടി എന്ന മട്ടിൽ ഇവരവതരിപ്പിക്കും. പാവം ശിവരാമൻ ഇനി എന്തു ചെയ്യും? ആരോട് ചോദിച്ചിട്ടാ ഏറാടി അവരോട് അങ്ങനെയൊക്കെ സമ്മതിച്ചത്? സ്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനായിരുന്നെങ്കിൽ അത് നേരത്തെ ചെയ്താ പോരായിരുന്നോ? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നല്ലോ. കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ പ്രധാനം തമ്പുരാട്ടിയെ വീണ്ടെടുക്കലല്ലേ ശിവകാമി? അതൊക്കെ ശരിയാ. എന്ന് വെച്ച് അവര് പറയുന്നത് പോലെ അനുസരിക്കാൻ പറ്റുമോ? കേസ് മാത്രം പിൻവലിച്ചാ പോരല്ലോ. ബ്ലാങ്ക് ആയ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണ്ടേ? അതും പോരാഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ ആ ചിലമ്പും കണ്ടുപിടിച്ചു കൊടുക്കണം.
മറ്റൊരു നിവൃത്തി ഇല്ലാതിരുന്നത് കൊണ്ടാ എനിക്കങ്ങനെ സമ്മതിക്കേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കണം. സമ്മതിക്കാനുള്ളത് മുഴുവൻ സമ്മതിച്ചു വന്നിട്ട് ക്ഷമിക്കണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഏറാടി? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാ അവരാവശ്യപ്പെട്ടത്. അറിയാം, പറ്റിപ്പോയി. കേസും മുദ്രപത്രവും അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ ഡിമാൻഡ്, ആ ചിലമ്പിന്റെ കാര്യം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ? എവിടുന്ന്? ശിവഗാമി ഒന്ന് മനസ്സ് വെച്ചാ. അല്ല, കുറച്ചുനാളായിട്ട് നമ്മളത് മറന്നിരിക്കുക. വീണ്ടും പൊടി തെറ്റിയെടുക്കാനുള്ളൊരു അവസരമായിട്ട് ഇത് ഉപയോഗിച്ച നടക്കണ കാര്യം വലുതും പറയേറാടി. ചിലമ്പൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് വെച്ചാ ഈ 3 ദിവസം കൊണ്ട് കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ആവശ്യങ്ങളാ അവരുന്നയിച്ചത്. അതിനർത്ഥം അവരൊരിക്കലും തമ്പുരാട്ടിയെ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാ. തിരിച്ചു തരാതെ അവരെന്ത് ചെയ്യാൻ? ഉപദ്രവിക്കുവൊന്നുമില്ല. അത്ര ക്രൂരന്മാരൊന്നുമല്ല അവര്. അതിനുള്ള ധൈര്യമില്ല. അവരായിരിക്കില്ല. പക്ഷേ തമ്പുരാൻ അങ്ങനെയല്ലല്ലോ. ഭാരതി തമ്പുരാട്ടി മരിച്ച അതോടെ തമ്പുരാന്റെ മുമ്പിലുള്ള ഭീഷണി ഒഴിഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഭാരതി തമ്പുരാട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും അവരുടെ മക്കൾക്ക് സ്വത്തിന് ക്ലെയിം വരുമല്ലോ. അതൊക്കെ സ്ഥാപിച്ചെടുക്കല് ബുദ്ധിമുട്ടാവും ഏറാടി. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊക്കെ കണ്ട് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ജന്മം കൊണ്ട് എന്തു ഗുണം ആ തമ്പുരാട്ടിക്കുള്ളത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രമിക്കാനുള്ളത് നമ്മൾ ശ്രമിച്ചു. എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാ. തമ്പുരാട്ടി ഒരു അപകടവും കൂടാതെ നോക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റി. അത് ഏറാടിയുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമോ. എന്റെ അമിതമായ ആത്മവിശ്വാസം. കമ്മിറ്റിക്കാരെയും തമ്പുരാനെയും ഞാൻ വില കുറച്ചു കണ്ടു. അതെന്റെ കുഴപ്പമോ. ഞാനായിട്ടുണ്ടാക്കിയത് ഞാനായിട്ട് തന്നെ തീർക്കും. സാഹസത്തിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സാഹസമല്ല, ഞാൻ കാരണം മറ്റൊരാളുടെ തടവിൽ കഴിയേണ്ടി വന്ന ഒരു സ്ത്രീയെ രക്ഷിക്കാനുള്ള ശ്രമം. താൻ കണ്ടോ? തമ്പുരാട്ടിയെ ഞാൻ കമ്മിറ്റിക്കാരിന്ന് രക്ഷിച്ചിരിക്കും. അത് വേണോ? എവിടെങ്കിലും ഒന്ന് പാളിയാ? പാളില്ല. പാളാതെ അത് ചെയ്യാൻ എനിക്കറിയാം. എന്താ വേണ്ടത്? തമ്പുരാട്ടി എവിടെ? ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് സ്ഥലം പറഞ്ഞു തന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ പോവില്ല. സത്യം പറഞ്ഞ ഞങ്ങൾക്കൊന്നും അറിയില്ല. അറിയാഞ്ഞിട്ടാണോ ഏറാടിയോട് നിങ്ങളൊക്കെ കൂടി വ്യവസ്ഥകൾ വെച്ചത്? അത് മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചിലമ്പ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചത് നേരാ. അത് തമ്പുരാന് വേണ്ടിയാ. അല്ലെങ്കിൽ ഞങ്ങളും തമ്പുരാട്ടിയും തമ്മിൽ എന്തിനാ വഴക്ക്? നിങ്ങളെയൊക്കെ കണ്ട കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് നേരാ. പക്ഷെ തമ്പുരാട്ടിയെ കാണാതാകലും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. തമ്പുരാൻ വിളിച്ച് ചോദിച്ചപ്പോഴാ ഞങ്ങൾ വിവരം അറിയുന്നത് തന്നെ. അപ്പൊ തന്നെ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഏറാടി ഇത് ചോദിക്കാൻ വന്നപ്പോ ഒരിക്കലും നടത്താൻ പറ്റാത്ത ചില നിബന്ധനകൾ വെച്ചാ അയാൾ പെടുന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അല്ലാതെ ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളെ കൊന്നാലും തമ്പുരാട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോടില്ല. കാരണം തമ്പുരാട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. എന്താ വെളിച്ചപ്പാട് പറഞ്ഞത്? തമ്പുരാട്ടിക്ക് ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അജ്ഞാതമായൊരു സ്ഥലത്ത് ബന്ധനസ്ഥയാണ് തമ്പുരാട്ടി. പക്ഷേ ബന്ധനം അധികം നീണ്ടാൽ മനോവിഷമം മൂലം ആയുസിന് വരെ ദോഷം വരാം. സ്ഥലം ഏതാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞില്ല. വേറൊരു കാര്യം പറഞ്ഞു. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് കാര്യം? ഭഗവതിയുടെ നഷ്ടപ്പെട്ട ചിലമ്പും ഭാരതി തമ്പുരാട്ടിയുടെ തിരോധാനവും തമ്മിൽ ബന്ധമുണ്ടത്രേ. ചിലമ്പ് തിരികെ വന്നാലേ തമ്പുരാട്ടിയുടെ മോചനം സാധ്യമാകൂ. ചിലമ്പ് തിരിച്ചു വന്നാലോ? അതെങ്ങനെ സംഭവിക്കും? അതൊന്നും എനിക്കറിയില്ല. വെളിച്ചപ്പെട്ട് പറഞ്ഞത് ഞാൻ അറിയിച്ചു. കമ്മിറ്റിക്കാരും പറഞ്ഞത് ഇതാ. കമ്മിറ്റിക്കാര് ഇനി അവരെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്. അവരല്ല തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പിന്നെ? അതറിയില്ല. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് മാറിയാലേ തമ്പുരാട്ടിയുടെ മോചനം നടക്കൂ. എന്നാലും ചിലമ്പും തമ്പുരാട്ടിയും തമ്മിൽ എന്ത് ബന്ധമെന്നാ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തത്.
ഇനി തമ്പുരാട്ടിയുടെ ആരെങ്കിലും ആയിരിക്കുമോ ചിലമ്പെടുത്ത് മാറ്റിയത്? അതുകൊണ്ടായിരിക്കും ദേവി കോപം തമ്പുരാട്ടിയുടെ നേർക്കുണ്ടായത്. ഞാനിത് വിശ്വസിക്കുന്നില്ല. ദൈവങ്ങള് മനുഷ്യന്മാരെ പോലെ പെരുമാറുവോ? പകയും വൈരാഗ്യവും അവര് വെച്ചു പുലർത്തുവോ? എങ്കിൽ പിന്നെ അവരെ മനുഷ്യരെന്തിനാ ആരാധിക്കുന്നത്? ആ പറഞ്ഞത് ശരിയല്ല. ദൈവങ്ങള് മനുഷ്യരെ പോലെ പെരുമാറുമൊന്നുമില്ല. പക്ഷേ ഒരു ദേശം മുഴുവൻ ആരാധിക്കുന്ന ചിലമ്പ് നഷ്ടപ്പെടുമ്പോ ദേശവാസികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസമുണ്ടല്ലോ, അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ബാധ്യത ആർക്കാ? മൂർത്തിക്കല്ലേ. ആ ബാധ്യത ദേവി ഏറ്റെടുക്കുന്നു. അങ്ങനെ കരുതിക്കൂടെ? അപ്പോ ഏറാടി പറയുന്നത് ചിലമ്പ് തിരിച്ചു കിട്ടിയ ഭാരതി തമ്പുരാട്ടി രക്ഷപ്പെടുമെന്നാണോ? ഉറപ്പായിട്ടും രക്ഷപ്പെടും. വെളിച്ചപ്പാട് പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിട്ടില്ല. ചിലമ്പ് മോഷണം പോയിന്ന് പറഞ്ഞതാരാ? വെളിച്ചപ്പാടാ. അപ്പോഴല്ലേ നമ്മൾ പോലും ഇത് മനസ്സിലാക്കിയത്. ചിലമ്പ് തിരിച്ചു വന്നാ തമ്പുരാട്ടി രക്ഷപ്പെടും, എനിക്കുറപ്പാ. പക്ഷേ എങ്ങനെയാ തിരിച്ചു വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിപ്പോ എവിടെയുണ്ടെന്ന് പോലും അറിയാത്ത സാഹചര്യത്തില് നമ്മൾ എവിടെ പോയി അന്വേഷിക്കും, അല്ലേ? ഏറാടി, എനിക്കിപ്പോ വേണ്ടത് കുറച്ച് സ്വസ്ഥതയാ. ഏറാടി പോയിക്കോളൂ. ചിലമ്പ് കണ്ടുപിടിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് വിളിക്കാം. അപ്പൊ വന്നാ മതി. ശരി. ശിവരാമൻ മാത്രമല്ല പെട്ടിരിക്കുന്നത്, തമ്പുരാനും കൂടിയാ. കാരണം ചിലമ്പില്ലാതെ ഉത്സവം നടന്നാൽ അത് ബാധിക്കുന്നത് തമ്പുരാനെ കൂടിയാണ്. എന്താണ് സംഭവിക്കുന്നത്? കാത്തിരുന്ന് കാണാം. കഥ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാം ശുഭമായി കലാശിക്കാൻ പോകുന്നു. ഈ കഥയിലെ നായിക ആരാണെന്ന് ചോദിച്ചാൽ ദേവിയാണെന്നേ ഞാൻ പറയൂ. ദേവി തീരുമാനിച്ച വഴികളിലൂടെയാണ് ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി സഞ്ചരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഉദ്ദേശം നന്നായിരുന്നുവെങ്കിലും തമ്പുരാട്ടിയെ കടത്തിക്കൊണ്ടുപോയ ശിവരാമനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതും ഈ കഥയിലൊരു ട്വിസ്റ്റായിരിക്കും. ശിവകാമി എന്താ കരുതിയത്? ഞാനൊരു മണ്ടനാണെന്നോ? എങ്ങനെ മനസ്സിലാക്കി ചിലമ്പെടുത്തത് ഞാനാണെന്ന്? അന്നൊരു ദിവസം രാത്രി ഞാൻ നിങ്ങളുടെ വീടിന് കാവല് കിടക്കാൻ വന്ന ഓർമ്മയുണ്ടോ? ആ ദിവസമാ ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഞാൻ വരുമ്പോ വീട് ഇരുട്ടിലാണ്ട് കിടക്കുക. കോളിംഗ് ബെല്ലടിക്കാൻ കൈ ഉയർത്തിയപ്പോഴാ അകത്തൊരു സംസാരം കേട്ടത്. സംസാരിച്ചത് വേറെ ആരും ആയിരുന്നില്ല, ശിവകാമിയും ഭാരതി തമ്പുരാട്ടിയുമായിരുന്നു. ഞാൻ ആ സംസാരം ശ്രദ്ധിച്ചു. മോളെ, എനിക്ക് പേടിയായിട്ട് വയ്യ. നീ കാണിച്ചത് വലിയ സാഹസമായി പോയി. ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. ഞാനത് നടത്തും. അമ്മയ്ക്ക് ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കുന്നതിൽ ദേഷ്യമുണ്ടോ? എന്തിന്? നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. നീ പറഞ്ഞതുപോലെ ഇതൊരു യുദ്ധമാണ്. യുദ്ധമാകുമ്പോ എന്തും ചെയ്യാം.
ജയം മാത്രമാണ് പ്രധാനം. ആ ഏറാടിയോടെങ്കിലും സത്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഭാരതി തമ്പുരാട്ടി ഏതോ ഒരു തമ്പുരാട്ടി അല്ല എന്നും എന്നെ പെറ്റിട്ട എന്റെ സ്വന്തം അമ്മയാണെന്നും ആ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാനാ ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നതെന്നും പിന്നെ ആലോചിച്ചപ്പോ വേണ്ടാന്ന് തോന്നി. ചിലപ്പോ ഏറാടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ പ്രശ്നങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ തീരുമല്ലോ, അന്ന് പറയാം. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ നിന്നോട് വിയോജിപ്പുള്ളൂ. ആ ചിലമ്പെടുത്ത് മാറ്റിവെച്ച കാര്യത്തില്. ദേവീകോപം വരുത്തിവെക്കുന്ന കാര്യമാ എന്റെ മോള് ചെയ്തത്. എനിക്ക് പക്ഷേ അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ഒരു മാർഗവും വിജയിച്ചില്ലെങ്കിൽ അതും പറഞ്ഞ് വില പേശണോ എനിക്ക്? പിന്നെ അമ്മ തന്നെയല്ലേ പറഞ്ഞു തന്നത്, ചിലമ്പ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഐശ്വര്യം ഉണ്ടാവുന്ന. അതൊക്കെ ശരിയാ. കോലോത്തിന്റെ സകല പ്രതാപങ്ങളുടെയും കാരണം ദേവിയുടെ തിരുവാഭരണങ്ങളാ. പക്ഷെ അത് ആരും അറിയാതെ എടുത്ത് മാറ്റിയാലൊന്നും ഐശ്വര്യം നമ്മുടെ കൂടെ വരില്ല മോളെ. അത് അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ, ചോദിച്ചാ തരില്ല, അപ്പ എടുത്തു. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാകെ പേടിയാ മോളെ. നീ എന്റെ മോളാണെന്ന സത്യം നാട്ടുകാരറിഞ്ഞാൽ അവരുടെ ദേഷ്യം നിന്റെ നേർക്കും തിരിയും. ആ പേടി ഏതായാലും അമ്മയ്ക്ക് വേണ്ട. നമ്മൾ അമ്മയും മോളും ആണെന്ന് ഒരാളും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അഥവാ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് ഏറാടിയായിരിക്കും. അയാളൊരു സാധുവാ, അയാളൊന്നും കണ്ടുപിടിക്കില്ല. ദേവിയുടെ അനുഗ്രഹമുള്ള ആളാ അമ്മ അയാള്. അതുകൊണ്ടല്ലേ ചിലമ്പ് നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായത്. നമ്മുടെ പെരുമാറ്റം കണ്ട സംശയം തോന്നിയാലേ ഉള്ളൂ. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം അതല്ല, അമ്മ അയാള് മാണിക്യമംഗലത്തെ വീട്ടിൽ വന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാ. കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. ഞാൻ ചെയ്യാത്തത് അയാള് ചെയ്തു. അയാള് മാത്രമേ പേടിയുള്ളൂ, ബാക്കി ആരും എനിക്ക് പേടിയില്ല. അതൊക്കെ പോട്ടെ, നീ ആ ചിലമ്പ് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അത് പറയില്ല. അത് ഞാനും ദേവി മാത്രം അറിയണ രഹസ്യ. അമ്മയല്ല ആര് ചോദിച്ചാലും അത് മാത്രം ഈ ശിവ പറയില്ല. അന്ന് ശിവ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ അനുഭവിച്ച സംഘർഷം. രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് ഞാൻ ആലോചിച്ചത് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നായിരുന്നു. എനിക്ക് വേണമെങ്കിൽ എല്ലാം തുറന്നു പറയായിരുന്നു. പക്ഷേ നിങ്ങൾ അമ്മയും മോളുമാണെന്നുള്ള രഹസ്യം ഞാൻ മനസ്സിലാക്കിയെന്നുള്ള സത്യം ശിവയെ അറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. എല്ലാ ബന്ധങ്ങളെക്കാളും എനിക്ക് വലുത് ആ ചിലമ്പായിരുന്നു. ചിലമ്പ് എനിക്ക് തിരിച്ചു കിട്ടണം. അതിനൊരു അവസരം വരാൻ ഞാൻ കാത്തിരുന്നു. ബാക്കി പറയുന്നതിന് മുൻപ് എന്റെ കഥ കൂടി കേൾക്കണം. എന്റെ അച്ഛൻ ചികിത്സിക്കാൻ പണമില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാ മരിച്ചത്. എനിക്കന്ന് 10 വയസ്സ് പ്രായം. അമ്മേനെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നിത്യദാരിദ്ര്യത്തിന്റെ നടുക്കായിരുന്നു എന്റെ കൗമാരം. പക്ഷേ ഞാൻ വാശിയോടെ പഠിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അമ്മയ്ക്കെങ്കിലും ഒരു നല്ല ജീവിതം കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞ് അല്പസ്വല്പം സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി കഴിയുമ്പോഴാ അമ്മ ശരിക്കും ആരാണെന്ന് ഞാൻ അറിയുന്നത്. അതുവരെ ഞാൻ മനസ്സിലാക്കിയതൊന്നുമല്ല സത്യം എന്ന അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഭാരതി തമ്പുരാട്ടിയാണെന്നുള്ള രഹസ്യം കരഞ്ഞുകൊണ്ടാ അമ്മ എന്നോട് പറഞ്ഞത്. അന്ന് ഞാൻ തീരുമാനിച്ചതാ കോവിലകത്തിനോടും എന്റെ അമ്മയെ പുറത്താക്കിയ അവിടുത്തെ തമ്പുരാക്കന്മാരോടും പ്രതികാരം ചെയ്യണോന്ന്. ബുദ്ധിയോട് നീങ്ങണമെന്ന തിരിച്ചറിവും അന്ന് തന്നെ എനിക്കുണ്ടായി. കോലോത്തെ ദേവിയുടെ ചിലമ്പ് നഷ്ടപ്പെടുന്ന വിവരം ഞാൻ അറിയുന്നത് അപ്പോഴാണ്. ആ ചിലമ്പ് മോഷ്ടിച്ച ഏറാടി ജയിലിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സത്യത്തിൽ
നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇന്ന് ജയിലിൽ വന്നത്. എന്റെ ഭാഗ്യത്തിന് ആ ആവശ്യം അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. ജയിലർ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. എന്റെ വഴികൾ എളുപ്പമാവുകയാണല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഏറാടിയെ കണ്ടു. പിന്നെ സംഭവിച്ചതിനെല്ലാം ഏറാടി സാക്ഷിയാണ്. അതെ, സാക്ഷിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഗുപ്തയുടെ കയ്യിലുണ്ടായിരുന്ന യഥാർത്ഥ ചിലമ്പ് എങ്ങനെയാണ് ശിവകാമിയുടെ കയ്യിൽ വന്നത്? അത് ഞാൻ മനഃപൂർവ്വം മാറ്റിയതാണ്. ഗുപ്തയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ ചിലമ്പ് തമ്പുരാന് കൈമാറുന്നതിന് മുൻപുള്ള ഒരു നിമിഷത്തിനിടയ്ക്ക് ഞാൻ കാണിച്ച ഒരു തിരിമറി. ചിലമ്പ് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മതിമറന്നിരുന്ന ഏറാടിക്ക് പോലും അത് അറിയാനായില്ല. തമ്പുരാനും തിരിച്ചറിഞ്ഞില്ല. ആദ്യം കേസ്, അതിന് വഴങ്ങിയില്ലെങ്കിൽ ചിലമ്പിനെ മുൻനിർത്തിയുള്ള വിലപേശൽ. അതായിരുന്നു എന്റെ മനസ്സിലെ പദ്ധതി. അതെല്ലാം തകർന്നു. ആദ്യം വെളിച്ചപ്പാടിലൂടെയും ഇപ്പോ ഏറാടിയിലൂടെയും. എനിക്ക് ശിവകാമിയെ ദ്രോഹിക്കണമെന്നൊരാഗ്രഹമില്ല. തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഭാരതി തമ്പുരാട്ടിക്ക്, ശിവകാമിയുടെ അമ്മയ്ക്ക് അർഹതപ്പെട്ട ഓഹരി വാങ്ങിത്തരണമെന്ന് തന്നെയാണ് എനിക്ക്. ഒരു ഭാഗത്ത് ശിവകാമിയുടെ ന്യായം നടക്കണം, മറുഭാഗത്ത് ചിലമ്പ് എനിക്ക് തിരിച്ചു കിട്ടണം. രണ്ടാമത്തെ ആഗ്രഹം നടന്നു. ഇനി ഒന്നാമത്തെ ആഗ്രഹം, അത് നടക്കും. എങ്ങനെ? ശിവകാമിയോട് ഞാനൊരു അപരാധം ചെയ്തു. ഭാരതി തമ്പുരാട്ടിയെ ഇവിടെ നിന്ന് കടത്തിയത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. തമ്പുരാട്ടി ഞാൻ ഒരുക്കിയ ഒരു രഹസ്യ താവളത്തിൽ ഇപ്പൊ സുരക്ഷിതയായി കഴിയുന്നുണ്ട്. തമ്പുരാട്ടിയെ കടത്തിയതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കമ്മിറ്റിക്കാരുടെയോ തമ്പുരാന്റെയോ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ആക്രമണത്തെ ചെറുക്കുക. രണ്ട്, അമ്മയെ കാണാതാവുമ്പോൾ ഉണ്ടാകുന്ന ശിവകാമിയുടെ പരിഭ്രമത്തെ മുതലെടുത്ത് തിരുവാഭരണം തിരിച്ചെത്തിക്കുക. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി അവസാനിച്ചു. എനിക്കെന്റെ അമ്മയെ കാണണം. നമ്മൾ അങ്ങോട്ടാ ഇനി പോവാൻ പോകുന്നത്. ഭാരതി തമ്പുരാട്ടിക്കും മകളെ കാണാതിരിക്കുന്നതിൽ വലിയ വിഷമമുണ്ട്. എങ്ങനെ തോന്നി എന്റെ അമ്മയെ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ? ചെയ്തത് തെറ്റാ, പക്ഷേ ചിലമ്പ് തിരിച്ചു കിട്ടാൻ എന്റെ മുമ്പിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് പറയായിരുന്നില്ലേ? പറഞ്ഞ തരുമായിരുന്നോ? ഇല്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. തമ്പുരാട്ടി, തമ്പുരാട്ടി, എവിടെ എന്റെ അമ്മ? കാണുന്നില്ല. മര്യാദയ്ക്ക് എന്റെ അമ്മയെ തിരിച്ചു തന്നോ, അല്ലെങ്കിൽ അറിയാലോ എന്നെ. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. തമ്പുരാട്ടിയെ ആരിവിടുന്ന് മാറ്റി? ആര്? ഈ സ്ഥലം അറിയാവുന്നത് ഏറാടിക്ക് മാത്രമല്ലേ, പിന്നെ ആരാ അങ്ങനെ ചെയ്യാൻ? സത്യം പറ, എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? എല്ലാവരും എന്നെ ചതിച്ചതുപോലെ ഏറാടി എന്നെ ചതിക്കായിരുന്നോ? ചതിയോ? ഞാനോ? അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ഒരിക്കലും ശിവയെ ചതിക്കില്ല. എങ്കി എന്റെ അമ്മ എവിടെ? എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ തമ്പുരാനാണെന്നാ. തമ്പുരാൻ എങ്ങനെ അറിയാം ഈ സ്ഥലം? അറിയില്ല. ചിലപ്പോ ഞാൻ അറിയാതെ എന്നെ പിന്തുടർന്ന്. ശിവ വിഷമിക്കാതിരിക്കെ, ഞാൻ പോയി തമ്പുരാനെ കാണാം. തമ്പുരാന്റെ അടുത്തുണ്ടെങ്കിൽ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും തമ്പുരാട്ടെ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. തമ്പുരാട്ടിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇതെന്റെ വാക്കാ. തമ്പുരാട്ടിയും കൊണ്ടേ ഞാൻ ഇനി ശിവയുടെ മുമ്പിൽ വരൂ. തമ്പുരാൻ, തമ്പുരാനെ. ആഹാ, താനോ? തന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. എടോ എറാടി, താൻ മാനത്ത് കണ്ടപ്പോഴേ ഞാനങ്ങ് ബഹിരാകാശത്ത് കണ്ടു. തമ്പുരാട്ടി എവിടെ? ഓ, അപ്പൊ തനിക്കത് മനസ്സിലായി അല്ലേ? ഞാനാണ് അതിന്റെ പിന്നിലെന്ന് തനിക്ക് മനസ്സിലായി അല്ലേ? നന്നായി. ഞാൻ തന്നെയാടോ. ഇനി തമ്പുരാട്ടി ഒരിക്കലും പുറലോകം കാണില്ല. തമ്പുരാൻ, തീക്കളിയാ തമ്പുരാൻ കളിക്കുന്നത്. അവര് വേറെ ഒരു അനാഥ സ്ത്രീയല്ല. ശിവകാമി തമ്പുരാട്ടിയുടെ മകളാ. അപ്പൊ അങ്ങനെയുണ്ടായിരുന്ന ഒരു ബന്ധം. വെറുതെ അല്ല ആ കുട്ടി ഈ കാര്യത്തിൽ ഇത്ര ഗൗരവം കാണിച്ചത്. ഇടോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആവശ്യം അംഗീകരിച്ചു കിട്ടാതെ ഭാരതിയെ ഞാൻ പുറത്തേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഞാൻ പറഞ്ഞത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ അവളെ ഈ ലോകത്താരും കാണില്ല. തമ്പുരാൻ, അത് വേണ്ട.
തമ്പുരാൻ പറയുന്നത് എന്തും അനുസരിക്കാം. സ്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം. അതെ, നീ പറഞ്ഞാ പോരാ, തമ്പുരാട്ടി പറയണം. നാവ് കൊണ്ടല്ല, പേന കൊണ്ട്, ഒപ്പുകൊണ്ട്. ഞാൻ പറയിക്കാം തമ്പുരാട്ടിയെ കൊണ്ട്. ആദ്യം തമ്പുരാട്ടി എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞതാ. ആ പൂതി നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. തമ്പുരാട്ടിയെ കാണാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. അവക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അത് പ്രയോഗിക്കും. ഭാരതിക്കറിയാം ഏട്ടന്റെ സ്വഭാവം. തമ്പുരാൻ തമ്പുരാട്ടിയെ തിരിച്ചു തന്നാൽ നഷ്ടപ്പെട്ട ആ ചിലമ്പ് ഞാൻ തിരിച്ചു തരാം. അതെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓ, എന്നാ ഭദ്രമായിട്ടത് അവിടെ തന്നെ അങ്ങ് വെച്ചോ. തമ്പുരാട്ടിക്ക് പകരം ചിലമ്പ്, അത് ദേവിയുടെ തിരുവാഭരണമാ. നീ തന്നില്ലെങ്കിലും അത് അവിടെ തന്നെ തിരിച്ചെത്തും. അത് വരുത്തിക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാടോ. തമ്പുരാൻ, ഇത്രയും നേരം ബഹുമാനം വിടാണ്ടാ ഞാൻ സംസാരിച്ചത്. ഇനി അതിന്റെ ആവശ്യമില്ല. ഇയാള് പറഞ്ഞല്ലോ, ഇയാൾക്ക് ആവശ്യമുള്ളത് എഴുതി കിട്ടിയിട്ടേ തമ്പുരാട്ടിയെ വിടൂന്ന്. താനല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വന്ന് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞാലും അവരനുസരിക്കില്ല. അനുസരിക്കേണ്ട ബാധ്യത അവർക്കില്ല. കാരണം അവർക്ക് അവകാശപ്പെട്ട സ്വത്താ നിങ്ങൾ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ പോകുന്നത്. മതി ചടച്ചത്. എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം വളർന്നോ നീ? പറയിച്ചതാ, ഇതെന്നെ കൊണ്ട് തമ്പുരാൻ പറയിച്ചതാ. കണ്ടോ, 24 മണിക്കൂറിനകം ഞാൻ തമ്പുരാട്ടിയെ പുറത്തിറക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഏറാടിയെ പിന്നെ ആരും കാണില്ല. എന്നാ അതാവും നല്ലത്. തന്റെ വീട്ടിലേക്കുള്ളൊരു സഹായധനം ഞാൻ കൊടുത്തോളാം. ഇനിയുള്ള കാലം നീ ഇല്ലാതെ നിന്റെ ഭാര്യയ്ക്കും മകൾക്കും ജീവിക്കാൻ. ഞാൻ പോകുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, തമ്പുരാനെ കൊണ്ടായിരിക്കും. കൊന്നുകളയും ഞാൻ. എന്റെ എച്ചിൽ നിന്ന് വളർന്ന മായ എന്നെ നോക്കി കുലിക്കുന്നു. എന്താ ഏറാടി? വെളിച്ചപ്പാട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ തന്നെ എന്ത് സഹായിക്കാനാ? എനിക്ക് വേണ്ടിയല്ല, ഭാരതി തമ്പുരാട്ടിക്ക് വേണ്ടിയാ. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ തീരാൻ വേണ്ടി. ന്യായത്തിനു വേണ്ടി വെളിച്ചപ്പാട് എന്റെ കൂടെ നിൽക്കണം. വെളിച്ചപ്പെടൽ ഒരു തൊഴിലല്ല, അതൊരു സിദ്ധിയ, ദേവിയുടെ വരദാനം. സത്യമെന്തോ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്റെ മുമ്പില് വേറെ വഴിയില്ല. വെളിച്ചപ്പാട് കൈവിട്ട തമ്പുരാട്ടിയെ തമ്പുരാൻ കൊല്ലും. അതുണ്ടായ നമ്മുടെ നാട് നശിക്കും. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായ മാത്രം പോരാ, ഞാൻ പറഞ്ഞത് സാധിച്ചും തരണം. നാളെ പൗർണമി. നാളെയാണ് ഉത്സവത്തിന്റെ ആരംഭം. കോലോത്ത് വന്ന് ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാട് കൊടിക്കൂറ തമ്പുരാനീന്ന് വാങ്ങി കമ്മിറ്റിക്കാർക്ക് കൈമാറും. അതാണ് അവസരം. അതുപയോഗിച്ചില്ലെങ്കിൽ എല്ലാം അതോടെ തീരും. എന്റെ നാവിലിരുന്ന് ഭഗവതിയാണ് അരുളപ്പെടേണ്ടത്. അങ്ങനെയല്ലാതെ ഇന്നേ വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, താൻ പറഞ്ഞ ആശയം ഞാൻ മനസ്സിലിട്ട് ഉരുട്ടാം. ദേവീകടാക്ഷമുണ്ടെങ്കിൽ ആ നേരത്ത് അതെന്നെ കൊണ്ട് ദേവി പറയിക്കും. അങ്ങനെ പറയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് സ്വാഭാവികമാകും. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യും. അതല്ലാതെ മതി, അത് മതി. ദേവി ഇക്കാര്യത്തില് എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ സമാധാനമായി പൊയ്ക്കോളൂ. നാളത്തെ പ്രഭാതം അത് നിനക്ക് വേണ്ടിയുള്ളതായിരിക്കും. ദേവി, അമ്മേ,
അഹിതം നടന്നിരിക്കുന്നു, അനീതി നടന്നിരിക്കുന്നു. നാം അത് പൊറുക്കില്ല. ഭാരതി തമ്പുരാട്ടി അവരെ തുറങ്കിലടച്ചിരിക്കുന്നു. ഗുരുതി നടത്തലാണ് ലക്ഷ്യം. നാം അത് അനുവദിക്കില്ല. മരണം മണക്കുന്ന കൈകൊണ്ട് എന്റെ കൊടിക്കൂറ തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? അശുദ്ധിയായിരിക്കുന്നു. അതിന്റെ ഫലം അനുഭവിക്കും, എല്ലാവരും അനുഭവിക്കും. 7 സന്തതി പരമ്പരകൾക്കാണ് ശാപം. എന്താ, നാം അത് തരട്ടെ? വേണ്ട. എങ്കിൽ നാം പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാമോ? അനുസരിക്കാമോ? തമ്പുരാൻ പറയട്ടെ. അനുസരിക്കാതെ പറ തമ്പുരാനെ, സർവനാശം ഫലം. അനുസരിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. വാക്ക് മാറ്റുമോ? ഇല്ല. എങ്കിൽ തമ്പുരാട്ടിയെ ജീവനോടെ തുറന്നു വിടണം. വിടാം. വെറുതെ വിട്ടാൽ പോരാ, അവരുടെ മനസ്സ് നിറയണം. നിറയ്ക്കാം. എങ്ങനെ? കൊടുക്കാനുള്ളത് കൊടുക്കണം. ഇത് മുഴുവൻ എന്റെ സ്വത്ത. അതിൽ അവർക്കുള്ള ഓഹരി കൊടുക്കണം. കൊടുക്കാമോ? ചോദിച്ചത് കേട്ടില്ലേ? ഇല്ലല്ലേ? മറുപടി ഇല്ലല്ലേ? ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യല്ലേ? ഞാൻ അനുസരിപ്പിച്ചു തരാം. എന്റെ വാക്കെതിർക്കുന്നതിന്റെ ഫലം എന്താണെന്ന് അറിയിച്ചു തരാം. കൊടുക്കാം. ഓഹരി കൊടുക്കാം. ഉറപ്പാണോ? ഉറപ്പ്. നാളെ വാക്ക് മാറുമോ? ഇല്ല. എന്നാൽ കൊടിക്കൂറ കൊടുത്തു. ഇന്നേ 7ാം നാൾ ഉത്സവം. ദേവിയേ! ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ദാ പ്രമാണം. ഇതനുസരിച്ച് കോവിലകത്തിന്റെ ആകെ സ്വത്തിലൊരു ഭാഗം ഇന്നു മുതൽ തമ്പുരാട്ടിക്ക് അവകാശപ്പെട്ടതാ. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നപ്പോ ശിവഗാമി എന്നെ സഹായിച്ചു. തിരിച്ചു സഹായിക്കാൻ ഒരു അവസരം വന്നപ്പോ ഞാനും അത് ചെയ്തു. എല്ലാം ചെയ്തതും ചെയ്യിപ്പിച്ചതും നിങ്ങളാരുമല്ല, ദേവിയാ വെളിച്ചപ്പാടിന്റെ നാവിൻ തുമ്പത്ത് വന്നിരുന്ന് കൽപ്പിച്ചത്. അതീ ഏറാടി പറയിച്ചതാ അമ്മേ. പറയിച്ചത് ഞാനാണെങ്കിലും പറഞ്ഞത് വെളിച്ചപ്പാടാ. എല്ലാം ദേവിയുടെ കൃപ. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട. ആ കൈകൊണ്ട് തന്നെ ദേവിയുടെ ചിലമ്പെടുത്ത് തന്നേക്ക്. ഉത്സവം വരണേ, അപ്പോ ചിലമ്പ് അവിടെ വേണം. അമ്മേ, അതെടുത്ത് കൊടുത്തേക്കമ്മേ. അത് പറക്കാം. അമ്മേ, എന്നാ ഞാൻ വരട്ടെ. ആ, അങ്ങനെ കഥ ശുഭമായി പര്യവസാനിച്ചു. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ആദ്യം ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ആത്യന്തികമായി അവർ തന്നെയാണ് ജയിക്കാറ്. ഈ കഥയുടെ ഗുണപാഠവും അതുതന്നെയാണ്.